നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഏറ്റവും പുതിയ മഹീന്ദ്ര ബൊലേറോയാണ്. 2 മാസം മുമ്പാണ് നമ്മൾ മുംബൈയിൽ വെച്ച് ഈ ഒരു വാഹനത്തിൻ്റെ വോക്ക് അറൗണ്ട് വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ മഹീന്ദ്ര നിയോ കൂടി ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഈ വാഹനം ഡീലർഷിപ്പുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശദമായ ഒരു ടെസ്റ്റ് ഡ്രൈവാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ വളരെ വിശദമായ ഒരു ടെസ്റ്റ് ഡ്രൈവിനുള്ള വലിയ സ്കോപ്പൊന്നുമില്ല. ഇതിൽ അത്രയും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും 25 വർഷമായിട്ട് ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട SUV ആയിട്ട് തുടരുന്ന ബൊലേറോയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് കാണാനുള്ളത് ഇവിടെ കിടക്കുന്ന ഈ വേസ്റ്റുകളാണ്. ഞാനിപ്പോൾ ഒരു നീണ്ട സൗത്ത് അമേരിക്കൻ യാത്ര കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. നമ്മൾ ഏഷ്യയിലെ ചില രാജ്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റൊരു രാജ്യത്തും കാണാനാവാത്തൊരു കാഴ്ചയാണ് ഇവിടെ ഇങ്ങനെ ഈ ഒരു വേസ്റ്റ് ഇട്ടിരിക്കുന്ന ഒരു കാഴ്ച, അതായത് തെരുവിൻ്റെ സൈഡിൽ. പക്ഷേ ഞാൻ അങ്ങനെ ഒരു കാഴ്ച കണ്ടത് ക്യൂബയിലാണ്. ക്യൂബയിൽ നിരത്തിലെല്ലാം ഇതുപോലെ ഇട്ടിരിക്കുന്നു. അതായത് കേരളത്തിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ വേസ്റ്റ് എല്ലായിടത്തും ഇട്ടിരിക്കുന്ന കാഴ്ച കാണാം. അപ്പോൾ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ എന്നാലോചിച്ച് അതിനെപ്പറ്റി അന്വേഷിച്ച് പറയാൻ കഴിയുന്നത് അവിടുത്തെ ഭരണകൂടത്തിനെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് ഇതെന്നുള്ളതാണ്. അതായത് ഒരു വർഷം മുമ്പ് വരെയൊന്നും ക്യൂബയുടെ തെരുവോരങ്ങളിൽ ഒരിക്കലും വേസ്റ്റ് കാണാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സർക്കാരിനുള്ള പ്രതിഷേധം, കാരണം ക്യൂബ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമല്ല. സർക്കാരിനെതിരെ സംസാരിച്ചാൽ 20 വർഷം വരെ തടവ് ശിക്ഷ കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് ജനങ്ങളുടെ പ്രതിഷേധം അവരറിയിക്കുന്നത് ഇതുപോലെ വേസ്റ്റ് ഇട്ടുകൊണ്ടാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധമൊന്നുമല്ല നമ്മളീ കാണുന്നത്. അത് ജനങ്ങളുടെ വിവരമില്ലായ്മ അല്ലെങ്കിൽ അറിവില്ലായ്മയാണ്. എന്തായാലും ഇതുകൊണ്ട് സംഭവിക്കാവുന്നത് എന്തൊക്കെ പകർച്ചവ്യാധികൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. എന്തൊക്കെ വേസ്റ്റുകളായിരിക്കും ഈ കിടക്കുന്നത് എന്ന് തന്നെയല്ല, നമ്മുടെ ഈ നാടിനെ അങ്ങേയറ്റം വൃത്തികേടാക്കുന്ന ഒരു സമീപനം കൂടിയാണിത്. അതുകൊണ്ട് ജനങ്ങളെല്ലാം ഇതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് ഈ ഒരു റോഡെന്ന് പറയുന്നത് ഇവിടെ കുട്ടികളെല്ലാം ധാരാളമായിട്ട് സ്കേറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പകർച്ചവ്യാധികളൊക്കെ വരുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്തായാലും എല്ലാ കാര്യങ്ങളിലും വളരെ മുന്നിൽ നിൽക്കുന്ന, അതായത് വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന മലയാളികൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നറിയിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും പുതിയ മഹീന്ദ്ര ബൊലേറോയുടെ ടെസ്റ്റിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ വലിയ വ്യത്യാസങ്ങളൊന്നും ഈ വാഹനത്തിൽ സംഭവിച്ചില്ല. ഞാനത് പറയാൻ കാര്യം വെച്ചാൽ ഞാനിപ്പം ശ്യാമിനോട് പറയായിരുന്നു, ഇതുവരെ നടന്നു പോകുന്ന ആരും പുതിയൊരു വാഹനം കിടക്കുന്നല്ലോ എന്ന മട്ടിൽ ഇതിലേക്ക് നോക്കുന്നില്ല. കാരണം വളരെ ചെറിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അടുത്ത് നോക്കുമ്പോൾ കാര്യമായ ചില മാറ്റങ്ങൾ കണ്ടെത്തുകയും ചെയ്യാം. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ബൊലേറോ പോലെയുള്ള ഏതെങ്കിലും പുതിയ വാഹനം നിങ്ങൾ ലോൺ എടുത്ത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു സന്തോഷ വാർത്തയുണ്ട്. കാരണം ഇപ്പോൾ RBIയുടെ വിപ്രോ റേറ്റ് എന്ന് പറയുന്നത് പിന്നെയും കുറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോണുകളുടെ എല്ലാം ചിലവ് കുറഞ്ഞു വരികയാണെന്നുള്ളൊരു വളരെ സന്തോഷകരമായ കാര്യമുണ്ട്. പക്ഷേ അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. ബാങ്കിലൊക്കെ FD ഇടുന്നവർക്ക് നഷ്ടം സംഭവിക്കാൻ പോകുന്നൊരു കാലം കൂടിയാണത്. കാരണം ഇപ്പോൾ ബാങ്കിലൊക്കെ കിട്ടുന്ന 5 അല്ലെങ്കിൽ 6% റിട്ടേൺ ഇനിയും കുറയും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം ബാങ്ക് FD നിക്ഷേപങ്ങളെ ആശ്രയിച്ച് മാത്രം നമുക്ക് സാമ്പത്തികമായി നിലനിൽക്കാൻ പറ്റില്ല. അതിന് മറ്റ് നിക്ഷേപ മാർഗ്ഗങ്ങൾ കൂടി നോക്കണം. ഇപ്പോൾ ഇന്ത്യയിലെ 500 കമ്പനികളിൽ നിന്ന് നല്ല ലാഭവിഹിതം കൊടുക്കുന്ന കമ്പനികളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള 50 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് മുന്നിലുണ്ട്. ഇനി ഇൻവെസ്റ്റ് ചെയ്ത പണം പോകുമെന്ന് പേടിയുള്ളവർക്ക് ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ടും, അതായത് ഇൻവെസ്റ്റ് ചെയ്ത 1 രൂപ പോലും പോകാത്ത രീതിയിലും ഇൻവെസ്റ്റ് ചെയ്യാം. ബജാജ് ലൈഫിൻ്റെ BSE 500 ഡിവിഡൻഡ് ലീഡേഴ്സ് 50 ഇൻഡെക്സ് ഫണ്ട് എന്ന NFOയുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഈ NFOയുടെ ഇൻഡെക്സ് കഴിഞ്ഞ 5-7 വർഷങ്ങളിലായിട്ട് 33.6%, അതുപോലെ തന്നെ 22.3% CAGR റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ബാങ്കിലൊക്കെ പൈസ ഇടുമ്പോൾ കിട്ടുന്ന 5 അല്ലെങ്കിൽ 6%-ത്തേക്കാൾ എത്രയോ കൂടുതലാണ് ഇവിടെ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്നാൽ ഈ വരുന്ന ഡിസംബർ 18 വരെ മാത്രമാണ് ഈ NFOയിൽ നിക്ഷേപിക്കാനുള്ള അവസരം ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കയറി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. കസ്റ്റമർ കെയറുമായിട്ട് മലയാളത്തിൽ സംസാരിച്ച് സംശയങ്ങൾ ചോദിച്ച് തീർപ്പാക്കാം. അതുമല്ലെങ്കിൽ ഒരാൾ വീട്ടിലേക്ക് വന്ന് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതിനാവശ്യപ്പെടാനുള്ള സൗകര്യങ്ങളും നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ NAV 10 രൂപയാണ്. എത്ര വലിയ തുകയും നിങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ അടയ്ക്കുന്ന മാസ പ്രീമിയത്തിൻ്റെ 120 മടങ്ങ് വരുന്ന ലൈഫ് കവറും ലഭിക്കും. വർഷം തോറും 2.5 ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്താലും ലഭിക്കുന്ന ലാഭത്തിന് ടാക്സ് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം 18,000 രൂപയൊക്കെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ 2 കോടി രൂപ വരെയൊക്കെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട്. പിന്നെ മറക്കണ്ട, നമ്മുടെ NFOയുടെ അവസാന തീയതി ഈ വരുന്ന ഡിസംബർ 18 വരെയാണ്. അതായത് ഇനി 5 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ 5 വർഷം ലോക്കിംഗ് പീരീഡ് ഉള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. അതുകൊണ്ട് അത്രയും കാലം തുടർച്ചയായി മാറ്റിവെക്കാൻ കഴിയുന്ന തുക തിരഞ്ഞെടുക്കുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ച് ബൊലേറോയിലേക്ക് എത്താം. 25 വർഷമായി ബൊലേറോ വിപണിയിൽ എത്തിയിട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത്രയും കാലം കൊണ്ട് 25 വർഷം കൊണ്ട് 17 ലക്ഷം യൂണിറ്റുകളാണ് ബൊലേറോയുടേതായിട്ട് വിറ്റഴിഞ്ഞത്. ബൊലേറോ മാത്രമല്ല, നിയോ കൂടി കൂട്ടുമ്പോഴാണ് ആ ഒരു കണക്ക് വരിക. എങ്കിൽ പോലും ഇത്രയും അധികം വിൽക്കാൻ എന്താണ് കാരണമെന്ന് ആലോചിക്കുമ്പോൾ 2-3 കാരണങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന്, ഈ വാഹനത്തിൻ്റെ വില തന്നെയാണ്. അതായത് ഒരു ചെറിയ ഹാഷ് ബാക്കിൻ്റെ വിലയ്ക്കാണ് ഇത്രയും വലിയൊരു SUV കിട്ടുന്നത്, 7 സീറ്റർ SUV കിട്ടുന്നത്. മറ്റൊന്ന്, ഇതിന് വളരെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്. അതായത് ഒരു ബോഡി ഓൺ ഫ്രെയിം കൺസ്ട്രക്ഷൻ രീതിയാണ് ഇതിന്.
അത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് ഉണ്ടാകുന്ന പോലെ തന്നെ വളരെ ചെറിയ മെയിൻ്റനൻസ് കോസ്റ്റ് വരികയുള്ളൂ, വളരെ ചെറിയ സ്പെയർ പാർട്സ് കോസ്റ്റേ ഉള്ളൂ. പിന്നെ മഹീന്ദ്ര എന്ന് പറയുന്ന വലിയൊരു കമ്പനിയുടെ പിൻബലമുണ്ട്. മറ്റൊരു പ്രത്യേകതയുള്ളത് ഈ ഒരു സെഗ്മെൻറ്റിൽ, അതായത് ഈ ഒരു SUV സെഗ്മെൻറ്റിൽ റിയർ വീൽ ഡ്രൈവ് വാഹനങ്ങൾ കുറവാണ്. ഈ ഒരു ബോഡി ഓൺ ഫ്രെയിമും റിയർ വീൽ ഡ്രൈവും രണ്ടും കൂടി ഉള്ളൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് കുറവാണ്. അങ്ങനെ പല പ്രത്യേകതയുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, അങ്ങനെ വലിയ ഭയങ്കര നിർമ്മാണ നിലവാരമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. എങ്കിൽ പോലും എത്ര കാലം വേണമെങ്കിലും ഓടിക്കോളും. അതായത് ഈ 25 വർഷം മുമ്പ് വാങ്ങിച്ച ബൊലേറോകൾ പോലും ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയക്കാരുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു വാഹനമാണ്. ഇപ്പം അർബൻ ബാങ്ക് പ്രസിഡന്റ്, കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ നമ്മുടെ നാടിനെ നയിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ സഞ്ചരിക്കുന്ന ഈ വാഹനത്തിലാണ്. അവരുടെയൊക്കെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും ഇതിലുള്ളത് ABSഉം 2 എയർ ബാഗും മാത്രമാണ്. 10 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലിൻ്റെ വില. പക്ഷേ 10 ലക്ഷം രൂപയ്ക്ക് ടോപ്പ് എൻഡ് മോഡൽ കിട്ടുന്ന ഒരു മാരുതിയുടെ ചെറിയ ഓൾട്ടോ കേറ്റൻ നോക്കിയാൽ പോലും അതിൽ ഇപ്പോൾ 6 എയർ ബാഗുകളുണ്ട്. പക്ഷേ ഇതിൽ ഇപ്പോഴും 2 ഉള്ളൂ. അങ്ങനെ കുറേ കുറവുകളുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു പ്രിയപ്പെട്ട വാഹനം തന്നെയാണ് ഇപ്പോഴും ബൊലേറോ. അപ്പോൾ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നോക്കാം. പ്രധാനമായിട്ടും മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഗ്രില്ലിലാണ്. ഗ്രില്ല് പാടെ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഒറ്റ നോട്ടത്തിൽ വലിയ വ്യത്യാസം തോന്നാത്തതുകൊണ്ടായിരിക്കാം അത് മനസ്സിലാകാതെ പോകുന്നത്. ഫുൾ ബ്ലാക്ക് ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. അതിൽ ഹണികോംബ് ഗ്രില്ലാണ് ഈ ഉള്ളിൽ കാണുന്നത്. ഇവിടെയൊക്കെ സ്റ്റീൽ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ള ഗ്രില്ലാണ്, നല്ല നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഗ്രില്ല് എന്നാണ് പറയേണ്ടത്. അതൊരു മുഖച്ഛായ മാറ്റാൻ പര്യാപ്തമാണ്. പക്ഷേ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്നറിയില്ല. അതുപോലെ ഹാലജൻ ഹെഡ്ലാമ്പാണ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. 3 പാർട്ടുകളുണ്ട് അതിന്. അതും ക്ലിയർ ലെൻസാണ്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. പുതുതായിട്ട് ഇതിപ്പോൾ ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റെൽത്ത് ബ്ലാക്ക് എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഒരു ബ്ലാക്ക് ആണ് ഈ വന്നിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ നിറം. ഇത് ടോപ്പ് എൻഡ് ഒരു വേരിയൻ്റ് കൂടി വന്നിട്ടുണ്ട്, B8 എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ഇവിടെ ഒരു ഹാലജൻ ഫോഗ് ലാമ്പ് കൂടി വന്നിരിക്കുന്നു. അതിൻ്റെ ആ ഒരു സ്ലോട്ടൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ബമ്പറിൻ്റെ ഭാഗത്ത് പാടെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ബമ്പറിൻ്റെ രൂപം കുറേയൊക്കെ മാറിയിട്ടുണ്ട്. ഇവിടെയും ഇങ്ങനൊരു ഹണികോംബ് ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. എല്ലാം തുറന്ന സമീപനമാണ്, തുറന്ന് കിടക്കുകയാണ്. ഉത്ഭവമൊക്കെ നന്നായിട്ട് കാണാവുന്ന രീതിയിൽ. എന്തായാലും സ്കിഡ് പ്ലേറ്റ് വെള്ളമോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. താഴെയായിട്ട് ഇങ്ങനെ ഒരു ഭാഗം വന്ന് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ബോഡി ലൈനുകളും അതുപോലെ ഇവിടെ കാണുന്ന കട്ടുകളും ക്രീസുകളും ഒക്കെ ഒരു പക്ക SUV, നല്ല റഗ്ഗഡായിട്ടുള്ളൊരു SUV തന്നെയാണ് ഓർപ്പിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഈ വലിയൊരു സംഭവമൊന്നും അല്ല ഈ വാഹനമെങ്കിൽ പോലും നമുക്ക് കാണുമ്പോൾ ഒരു പ്രസന്നത തോന്നുന്നു, അല്ലെങ്കിൽ സന്തോഷം തോന്നുന്ന മുഖഭാവമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് കുറച്ചുകൂടി ഒരു ബാക്കപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റങ്ങളെല്ലാം തന്നെ. എന്തായാലും സൈഡിലെ കട്ടുകളൊക്കെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് മുൻഭാഗത്ത് വന്നിരിക്കുന്ന മാറ്റം. ഇനി പിന്നിലും സൈഡിലും ഒത്തിരി മാറ്റങ്ങൾ ഞാൻ പറയുമെന്ന് പ്രതീക്ഷിക്കരുത്. അത്തരത്തിലുള്ള വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് പറയാനില്ലെങ്കിൽ പോലും വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് അലോയ് വീലിൻ്റെ ഡിസൈൻ മാറി എന്നുള്ളതാണ്. ബ്ലാക്കും അതുപോലെ സ്റ്റീൽ ഫിനിഷും തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ അത് ഈ ഒരു ബ്ലാക്ക് ഫിനിഷിന് വളരെ നന്നായിട്ട് ചേരുന്നുണ്ട്, നല്ല ഭംഗിയായിട്ട് ചേരുന്നുണ്ട്. എങ്കിൽ പോലും ഈ വാഹനത്തിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ അല്പം കൂടി വലിയ ടയർ സൈസ് ആകാമായിരുന്നു എന്ന് തോന്നിയാൽ തോന്നുന്നവരെ കുറ്റം പറയാനും പറ്റില്ല. ഇപ്പോൾ 15 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അല്പം കൂടി വലിയ ടയർ ആകാമായിരുന്നു തോന്നുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീലാർച്ച് പോലുള്ള കാര്യങ്ങളും സൈഡ് പ്രൊഫൈലും എല്ലാം തന്നെ നമ്മളെ ഒരു ഗംഭീര SUVയുടെ രൂപത്തിൽ ഓർപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഒരു ടേൺ ഇൻഡിക്കേറ്റർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ, ഇവിടെ ഒരു ആഷ് നിറമാണ് ഈ ഒരു ലൈനിന് പോയിരിക്കുന്നത്. അത് ഈ ബ്ലാക്കിൽ എടുത്ത് നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇവിടെ കാണുന്ന ഇത്തരത്തിലുള്ള ഈ ഒരു ഡോറിൻ്റെയൊക്കെ ഫിറ്റിങ്സൊക്കെ പുറത്ത് കാണുന്ന രീതിയിലാണ്. പക്ഷേ അതുപോലും ഈ ഒരു റഗഡ് SUVയുടെ ഒരു ഭംഗിയായിട്ട് തന്നെയാണ് കാണേണ്ടത്. വളരെ വലിയ സൈഡ് വ്യൂ മിറേഴ്സ് കൊടുത്തിരിക്കുന്നു. അതിലൊന്നും ഒരു മാറ്റമില്ല. അവിടെ സൈഡിൽ ഞാൻ പറഞ്ഞു വന്ന ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ കണ്ടുവന്നിരുന്നത് തന്നെയാണ്. എന്തായാലും അല്പം ഉയരമുള്ള ഒരു പ്രൊഫൈലായതുകൊണ്ട് ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. പഴയ സ്റ്റൈലിലുള്ള ഡോർ ഹാൻഡിൽ, അതിൽ താഴെ ഒരു ചെറിയ സ്റ്റീൽ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡോർ ലോക്ക് പോലും പഴയ സ്റ്റൈലിൽ ആണ് കൊടുത്തിരിക്കുന്നത്. വലിയ ഗ്ലാസ് ഏരിയ, അതാണ് ഈ വാഹനത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല ഉയർന്ന സീറ്റിംഗ് പൊസിഷനും വലിയ ഗ്ലാസ് ഏരിയയും എന്ന് പറയുമ്പോൾ ഉള്ളിലിരിക്കുന്നവർക്ക് സുഖമായിട്ടുള്ളൊരു യാത്ര പ്രതീക്ഷിക്കാം. ഒരു ചതുരപ്പെട്ടി രൂപം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അതിനും ഒരു ഭംഗിയുണ്ട്. അതുപോലെ 3rd റോ സീറ്റിലും വലിയ ഗ്ലാസ് ഏരിയ, അതായത് 2nd റോയേക്കാളും വലിയ ഗ്ലാസ് ഏരിയ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് ഒട്ടും ക്രാംഡായിട്ടുള്ള ഫീലൊന്നും കിട്ടില്ല. ഇവിടെയൊക്കെ ചെറിയ എലമെൻസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ യാതൊരു മാറ്റവും കാണാനില്ല. ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഹാലജൻ ടെയിൽ ലാമ്പ് ആണ്, അല്ലാതെ LED പരിപാടികളൊന്നും ഇതുവരെ തൊട്ടിട്ടില്ല. കാരണം ഈ ഒരു വില പിടിച്ചു നിർത്താൻ വേണ്ടിയായിരിക്കാം, ഇതിൽ വില കൂട്ടാതിരിക്കാൻ വേണ്ടി അത്തരം കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. എങ്കിൽ പോലും അതിനൊരു ഭംഗിയുണ്ട്. വളരെ ചെറിയൊരു ടെയിൽ ലാമ്പാണ്. അതുപോലെ ഭംഗിയുള്ളൊരു കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അല്ലാട്ടോ, ഇതിലുണ്ടായിരുന്നാണെങ്കിൽ പോലും ഈ ലോഗോ മാറി, മഹീന്ദ്രയുടെ ലോഗോ മാറി, ട്വിൻ പീക്ക് എന്ന പുതിയ ലോഗോ വന്നപ്പോൾ അതിൻ്റെ ഭംഗിയുണ്ട് ഈ ഒരു സ്പെയർ ടയറിൻ്റെ ഈ ഒരു കവറിനും. പിന്നെ ഇവിടെ ആകെപ്പാട് അധികമായിട്ട് പറയാവുന്ന കാര്യം എന്ന് പറയുന്നത് റിയർ വൈപ്പർ മാത്രമാണ്. മറ്റ് യാതൊരു വ്യത്യാസം നമുക്ക് പറയാനില്ല. പിൻഭാഗത്തേക്ക് കയറാൻ വേണ്ടി ഒരു ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഏത് മലയും കയറാൻ പറ്റുമെന്നുള്ള മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഗംഭീരമായ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇടുക്കിയിലൊക്കെയുള്ള പല സ്ഥലങ്ങളിലും ഇത് ഓടുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊരു 4 വീലർ ഡ്രൈവ് വാഹനമൊന്നും അല്ലെങ്കിൽ പോലും എത്ര എളുപ്പത്തിലാണ് കയറി പോകുന്നത്. അതിന് കാരണം ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് ഇതിൻ്റെ പിൻഭാഗത്ത്
തേർഡ് റോ സീറ്റ് വന്നിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ ഉണ്ടാക്കി പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ്. പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരല്പം ഇവിടെ അല്പം ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ സീറ്റ് ഒരു എന്താ പറയുക തൈ സപ്പോർട്ട് എന്ന് പറയുന്നത് അത്രയൊന്നും പ്രതീക്ഷിക്കാനാവില്ല. എങ്കിൽ പോലും ഇതൊക്കെ വെച്ചുകൊണ്ട് 25 വർഷം ഓടിക്കാമെങ്കിൽ ഇതൊന്നും മോശമായി ഇന്ത്യക്കാർ കരുതുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ഞാൻ പറഞ്ഞാൽ പിടിച്ചു കയറാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. തന്നെയല്ല ഒരല്പം അഡ്ജസ്റ്റ് ചെയ്താൽ കാലൊക്കെ പരസ്പരം മുട്ടാതെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് പൊസിഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഈ ആപ്പാടെ വന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മൾ കണ്ട അലോയ് വീലും അതുപോലെ തന്നെ മുൻഭാഗത്ത് വന്നിരിക്കുന്ന ഗ്രില്ലിൻ്റെ മാറ്റങ്ങളും മാത്രമാണ്. മറ്റ് മാറ്റങ്ങളൊന്നും പറയാനില്ല. എങ്കിൽ പോലും ആ ഒരു പഴയ രൂപം തന്നെ ഭംഗിയുള്ളതായതുകൊണ്ട് നമുക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങളെല്ലാം പോസിറ്റീവായിട്ട് കാണാമെന്നാണ് തോന്നുന്നത്. ഇതിൽ കൂടുതൽ മാറ്റങ്ങൾ ഇപ്പോൾ ഏറ്റവും പുതിയ നിയോയിൽ വന്നിട്ടുണ്ട്. എങ്കിലും ഇതിൽ ഉൾഭാഗത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് എന്ന് നോക്കാം. നിർമ്മാണ നിലവാരത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു കാലത്തും സൽപ്പേര് കേൾപ്പിച്ചിട്ടുള്ളൊരു വാഹനമല്ല ബൊലേറോ. അത്യാവശ്യം വേണ്ട കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇത് ഒരു 7-7.5 ലക്ഷം രൂപയ്ക്ക് ഇത് ഈ വാഹനത്തിൻ്റെ എൻട്രി ലെവൽ മോഡൽ കിട്ടുമെന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു വാഹനം നിർമ്മിച്ചെടുക്കാൻ അത്രയും പൈസ മതിയോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അതുപോലെ തന്നെ ടോപ്പ് എൻഡ് മോഡലിന് 9,70,000 രൂപയുള്ളൂ എക്സ്ഷോറൂം വില എന്ന് പറയുമ്പോൾ എത്രത്തോളമൊക്കെ നിർമ്മാണ നിലവാരം സാധിക്കും എന്ന് മനസ്സിലാക്കുക. എന്തായാലും ബോഡിയുടെ ഒന്നും കാര്യത്തിൽ കോംപ്രമൈസ് ഒരിക്കലും മഹീന്ദ്ര ചെയ്യാറില്ല. ഉൾഭാഗത്ത് പ്ലാസ്റ്റിക്കിനൊക്കെ തീർച്ചയായിട്ടും ആ ഒരു കോംപ്രമൈസ് നമുക്ക് കാണാനുണ്ട്. അത്ര ഭീകരമായൊരു നിർമ്മാണ നിലവാരം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇപ്പോൾ എന്താണ് പുതുതായിട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും പറയാവുന്നത് ഈ സീറ്റിൻ്റെ അപ്ഹോൾസ്റ്ററി എന്ന് പറയുന്നതിൽ കാര്യമായ വ്യത്യാസം വന്നു. ഇപ്പോൾ ഒരു ലെതററ്റ് സീറ്റാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ വെന്റിലേഷനൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ല, ചുമ്മാ കുത്തിയിട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ സൈഡിലൊക്കെയാണെങ്കിലും ബോൾസ്റ്റേഴ്സൊക്കെ നല്ല ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു. നല്ല സീറ്റാണ്, നല്ല തൈ സപ്പോർട്ടും ഉണ്ട്. ഈ ഹൈറ്റിൽ ഇത്രയും തൈ സപ്പോർട്ടുള്ള സീറ്റിലൊക്കെ ഇരുന്ന് പോകുമ്പോൾ നമുക്ക് എത്ര ദൂരം പോയാലും യാതൊരു ക്ഷീണവും വരികയില്ല എന്നുള്ളതാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ ഇതിൽ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. മറ്റൊരു കാര്യമുള്ളത് ഇവിടുത്തെ ഈ സ്ക്രീൻ അല്പം ചെറുതായെങ്കിലും കുറച്ചുകൂടി ഫംഗ്ഷൻസ് വന്നു. കൂടാതെ ചാർജസ് ഇതൊന്നും ഒരിക്കലും നമ്മൾ ബൊലേറോയിൽ പ്രതീക്ഷിക്കുന്നില്ല. 2-3 ചാർജസ് അതിൽ സീറ്റ് ടൈപ്പ് പോലും ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതൊക്കെ വലിയ സംഭവമാണ് ബൊലേറോയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് കാര്യമായ രീതിയിലുള്ള സംഭവങ്ങളൊന്നും കാണാനില്ല. നാവിഗേഷനുണ്ട്. കൂടാതെ കാർബിറ്റ് ലിങ്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ്. അതിൻ്റെ ഒരു നാവിഗേഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ബ്ലൂടൂത്ത്, പിന്നെ ഒരു മ്യൂസിക് സിസ്റ്റം, ഇത്രയും കാര്യങ്ങളെല്ലാം. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ആപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്ലൂടൂത്ത്, കളറ്, DSP, മ്യൂസിക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, റേഡിയോ സെറ്റിങ്സ്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. വേറെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള വലിയ സംഭവങ്ങളൊന്നുമില്ല. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. എങ്കിൽ പോലും ഇതൊരു ഡീലർ ഫിറ്റ്മെൻ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കമ്പനി ഫിറ്റ് ചെയ്ത് വരുന്നതല്ല, ഡീലർ ഫിറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ടോപ്പിൻ്റെ മോഡൽ അത് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകൾ. ഇതിനൊന്നും അത്ര വലിയ നിലവാരം പ്രതീക്ഷിക്കരുത്. വലിയ തരക്കേടില്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതൊക്കെ കൂടെ അങ്ങനെ നിൽക്കുന്നു. പിന്നെ ഇവിടെ താഴെ 12 വോൾട്ടിൻ്റെ ചാർജറുണ്ട്. ഇവിടെ ചെറിയ ഒരു സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നല്ല ബ്രൈറ്റാണ് ആ സ്ക്രീൻ എന്നുള്ളതാണ്. വലിയ സംഭവങ്ങളൊന്നുമില്ല. ഒരു TFT സ്ക്രീനിൻ്റെ അതിൻ്റെ നടുവിലുണ്ട്. അതിൽ കാര്യമായ രീതിയിലുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നല്ല ബ്രൈറ്റായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഓഡോമീറ്റർ, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള വലിയ സംഭവങ്ങളൊന്നുമില്ല. എന്തായാലും അതിൻ്റെ പൊസിഷനിങ് ഒക്കെ നല്ല രസമാണ്. കാരണം സ്റ്റിയറിംഗ് വീൽ ഉയർന്നു നിൽക്കുന്നു. അതിൻ്റെ നടുവിലൂടെ യാതൊരു തടസ്സവുമില്ലാതെ കാണാവുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് ഇത്രയും ഹൈറ്റിൽ ഞാൻ മറ്റൊരു വാഹനങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. അത് പക്ഷേ ഒരു സുഖമുണ്ട് കേട്ടോ. ആ ഒരു സ്റ്റിയറിംഗ് പൊസിഷൻ സുഖമുണ്ട്. ഈ ഒരു ഹൈറ്റിനൊപ്പം നിൽക്കുന്നുമുണ്ട് ആ ഒരു കാര്യം. പിന്നെ കളർ എന്നൊക്കെ പറയുന്നത് അല്പം മനസ്സ് പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എന്ത് നിറമാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണ് ഒരു റെഡിഷ് എന്തോ അല്ലേ, എന്തോ ഒരു ഓഫ് വൈറ്റ് ഒന്നും അല്ല, എന്തൊക്കെ സാധനമാണ്. എന്തായാലും അതങ്ങനെ തരക്കേടില്ലാത്ത നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അല്പം കൂടി ഡാർക്കായിട്ടുള്ള അതേ കളറിൻ്റെ ഒരു ഡാർക്ക് ഫിനിഷ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടോ, ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഈ ഒരു നിർമ്മാണ നിലവാരത്തിൻ്റെ ഒരു പ്രശ്നം തോന്നുക. പക്ഷേ ബൊലേറോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചേ പറ്റുമല്ലോ, വേറെ മാർഗ്ഗമൊന്നുമില്ല. ഇവിടേക്ക് വരുമ്പോൾ 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോറിൻ്റെ പവർ വിൻഡോ സ്വിച്ചുകൾ ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്.
പിന്നെ ഇത് ഈ ഉയർന്ന് നിൽക്കുന്ന ഈ ഒരു ഗിയർ ലിവർ അതിൽ ലെതറൊക്കെ ഇട്ടിങ്ങനെ പൊതിഞ്ഞ് ഗംഭീരമായിട്ട് വച്ചിരിക്കുകയാണ്. അത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയും ചെറിയൊരു സാധനം സൂക്ഷിക്കാം. പിന്നെ സ്റ്റിയറിംഗ് വീലിൽ ഇപ്പോൾ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, വലിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമല്ല, ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. അതായത് വോളിയം കൺട്രോൾ മാത്രമാണ് വന്നിരിക്കുന്നത്. ക്രൂയിസ് കൺട്രോൾ അത്തരം കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. പിന്നെ ഈ സൈഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഉണ്ട്. അതായത് നമ്മൾ അല്പം വാഹനം ഒന്ന് അല്പം നേരം ഐഡിലായിട്ട് നിന്ന് കഴിഞ്ഞാൽ എഞ്ചിൻ ഓഫ് ആകുന്ന സിസ്റ്റം ഓഫ് ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഇവിടെ കീയും അത്തരം കാര്യങ്ങളൊക്കെ പഴയ രീതിയിൽ തന്നെ തുടരുന്നുണ്ട്. അതിലൊന്നും മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ ഹൈറ്റ് തന്നെയാണ്. ഇവിടുത്തെ വിൻഡോ ലൈൻ എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം ഉയർന്നു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് കൈയൊക്കെ വെച്ച് അങ്ങനെ ഇരുന്ന് പോകാം. മുന്നിൽ വിസിബിലിറ്റിക്ക് യാതൊരു കുറവുമില്ല. ഞാൻ ഈ പറഞ്ഞ കണ്ടല്ലോ, ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ നടുവിലുള്ള ഭാഗത്തൂടെ നല്ല വിസിബിളാണ് ഈ ഒരു സ്ക്രീനും. അത്തരം കാര്യങ്ങളൊക്കെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഡോർ പാഡിൽ ഒരു ബോട്ടിൽ വയ്ക്കാം, ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വയ്ക്കാം. അല്ലാതെ വലുതായിട്ടൊന്നും എടുത്ത് പറയാനില്ല. ഒരു ആംറസ്റ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോർ ഹാൻഡിലും അതിൽ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ. മറ്റു കാര്യങ്ങളൊന്നും അവിടെ പറയാനില്ല. എന്തായാലും സീറ്റിൻ്റെ ഹൈറ്റ്, അതുപോലെ തന്നെ ഈ കാണുന്ന എന്താ പറയുക, എത്ര ഉയരമുള്ളവർക്ക് സുഖമായിരിക്കാവുന്ന രീതിയിലുള്ള ഈ ഒരു ഹെഡ് സ്പേസ്, പിന്നെ ഇഷ്ടംപോലെ തൈ സപ്പോർട്ട്, നല്ല ലെഗ് സ്പേസ്, ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളെ ഈ ഒരു വാഹനം ആകർഷിക്കും. പിൻഭാഗത്ത് മാറ്റമൊന്നുമില്ല. സീറ്റിൻ്റെ ഈ ഒരു ലെതററ്റിൻ്റെ മാറ്റം മാത്രമല്ല. എങ്കിൽ പോലും അവിടെ ഒന്ന് ഇരുന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ ഇത്രയും ഗംഭീരമായ സീറ്റ് ഹൈറ്റ് ഉള്ള ഒരു വാഹനവും ഇല്ല എന്ന് തന്നെ പറയാം. എന്ത് സുഖമാണ് ഇരിക്കാൻ പറ്റുന്നത്. തന്നെയല്ല, തൈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ഇതിനപ്പുറത്തേക്ക് ഒന്നും ചോദിക്കരുതെന്ന് പറയുന്ന രീതിയിൽ തൈ സപ്പോർട്ട്, നല്ല ഉയർന്നു നിൽക്കുന്ന തൈ സപ്പോർട്ട്, സാമാന്യം ഭേദപ്പെട്ട ലെഗ് സ്പേസ്, അതൊക്കെ ഈ വാഹനത്തിനുണ്ട്. പിന്നെ അതിനപ്പുറത്തേക്ക് വലിയ സംഭവമൊന്നും പ്രതീക്ഷിക്കരുത്. പിൻഭാഗത്തേക്ക് AC വെൻ്റോ അത്തരം കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ പ്രതീക്ഷിതമായി ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നേരെ നിൽക്കില്ല. അതിങ്ങനെയൊക്കെ നിൽക്കുകയുള്ളൂ. അതിന് ആംറസ്റ്റിന് വിളിക്കാൻ പറ്റില്ല കേട്ടോ, വെറുതെ റെസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റും. പിന്നെന്തായിരുന്നു, പിന്നെ ഈ സ്പേസിൻ്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇവിടെ പേപ്പേഴ്സൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു മൂക്കുപ്പൊടി പോലും വെക്കാനുള്ള സ്ഥലം കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി എടുത്ത് പറയേണ്ടതുണ്ട് ഡോർ പാഡിൽ. പിന്നെ സൺറൂഫ് ഇല്ലല്ലോ, അറിയാമല്ലോ, അതൊന്നും പറയേണ്ട കാര്യമില്ല. എന്തായാലും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ്. കൈയൊക്കെ ഇവിടെ വെച്ച് സുഖമായിട്ട് അങ്ങനെ പോകാം. ഇവിടെ പവർ വിൻഡോയുടെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. എൻ്റെ അപ്പുറത്തേക്കുള്ള സുഖസൗകര്യങ്ങളൊന്നും പ്രതീക്ഷിക്കണമെങ്കിൽ പോലും ഇതിലിരിക്കുമ്പോൾ നമുക്ക് നല്ല സുഖമുള്ളൊരു രീതി ഒരു സീറ്റിംഗ് രീതി കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ബോഡി ഓൺ ഫ്രെയിം രീതിയാണ് ഇതിൻ്റെ നിർമ്മാണം എന്നുള്ളതുകൊണ്ട് തന്നെ പിൻഭാഗത്തിൽ അല്പം ബോഡി റോളൊക്കെ ഉണ്ടാകും. പക്ഷേ അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. കാരണം 10 ലക്ഷം രൂപ താഴെ കിട്ടുന്ന ഒരു വലിയ വാഹനമാണിത്. 7 സീറ്റർ വാഹനമാണ്. ആ കാര്യം മനസ്സിലാക്കുക. ഈ ബൊലേറോ പോലുള്ള ചില ഇപ്പോഴും അത്ര റിഫൈൻഡ് ആകാത്ത ചില വാഹനങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ളത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ടോപ്പ് എൻഡ് മോഡൽ മഹീന്ദ്ര കൊണ്ടുവരാത്തതെന്നുള്ളതാണ്. ടോപ്പ് എൻഡ് മോഡൽ എന്ന് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കിയ സെൽറ്റോസോ അതുപോലുള്ള വാഹനങ്ങളുടെ പോലെ ഫുൾ ഫീച്ചേഴ്സൊക്കെ ആയിട്ട് എല്ലാ ഫീച്ചേഴ്സും കൊണ്ടുവരിക, കുറച്ചുകൂടി ഇൻറ്റീരിയർ കുറച്ചുകൂടി നല്ല ഭംഗിയാക്കുക, അതുപോലെ വേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം കൊണ്ടുവരിക. അത്രയും കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബൊലേറോ ആയിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു SUV. അതിന് കാരണം ഇതിൻ്റെ രൂപമായാലും ഇതിൻ്റെ ഈ ഒരു സീറ്റിൻ്റെ ഹൈറ്റ് ആയാലും മൊത്തത്തിലുള്ള ഈ വാഹനത്തിൻ്റെ ഒരു ഭംഗി എല്ലാം ജനങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഒരല്പം പ്രീമിയം സെഗ്മെൻറ്റിലുള്ള ആൾക്കാർ ഇത് എടുക്കാത്തതെന്ന് ചോദിച്ചാൽ ഇതിൽ വേണ്ടത്ര ഫീച്ചേഴ്സ് ഇല്ല. പിന്നെ ഇൻറ്റീരിയറൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും ഇല്ലല്ലോ എന്ന് തോന്നുന്നൊരവസ്ഥ, അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ അങ്ങനെ ഒരു ടോപ്പ് എൻഡ് ഒരു 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയിട്ടൊരു ടോപ്പ് എൻഡ് മോഡൽ വരികയാണെങ്കിൽ നന്നായിരിക്കും എന്ന് ഞാൻ ആലോചനാത്മകമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ പുതിയ ബൊലേറോ വന്നു കഴിഞ്ഞപ്പോൾ പ്ലാറ്റ്ഫോമിലായാലും എഞ്ചിനായാലും ഒരു മാറ്റവും ഇല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി വാചാടോപം എന്ന് വെച്ചാൽ വാചകമടി നടത്തേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇപ്പോൾ പെട്ടെന്ന് ഇത് ഓടിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു സസ്പെൻഷനെ പറ്റിയാണ്. സസ്പെൻഷൻ എന്ന് പറയുന്നത് നല്ല രസകരമായ സസ്പെൻഷനാണ്, വളരെ സോഫ്റ്റാണ്. പക്ഷേ പിൻഭാഗത്ത് ബോഡി റോൾ തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ഇതൊരു ബോഡി ഓൺ ഫ്രെയിം കൺസ്ട്രക്ഷൻ രീതിയാണ്. എങ്കിൽ പോലും ഒരു മോണോകോക്ക് വാഹനം ഓടിക്കുന്ന രീതികൾ ഇതിനുണ്ട്. പിൻഭാഗത്തിരിക്കുമ്പോൾ ഈ ഒരു ബോഡി റോൾ തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ബൊലേറോയുടെ മുൻഭാഗത്ത് കോയിൽ സ്പ്രിങ്സും പിൻഭാഗത്ത് ലീഫ് സ്പ്രിങ്സുമാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇത്തരത്തിലുള്ള ഈ ഒരു ബോഡി ഓൺ ഫ്രെയിം കൺസ്ട്രക്ഷൻ രീതിയുള്ള വാഹനങ്ങളുടെ പൊതു രീതിയാണ്. മറ്റൊരു കാര്യം നമ്മൾ പണ്ട് പറയാറുള്ള ഓർമ്മയില്ലേ, ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ ഫുൾ ലോഡായിട്ട് പോകുമ്പോഴാണ് ഏറ്റവും മികച്ച ഒരു റൈഡ് സുഖം കിട്ടുക. അതായത് സസ്പെൻഷനൊക്കെ കുറച്ചുകൂടി ഒന്ന് രസമാകും. കാരണം ഈ ലീഫ് സ്പ്രിങ്ങിൻ്റെ പ്രത്യേകതയാണ്. ലീഫ് സ്പ്രിങ് ഉള്ള വാഹനങ്ങളിൽ നമുക്കറിയാമല്ലോ, ഈ പെട്ടി ഓട്ടോറിക്ഷ ഉള്ള വാഹനങ്ങൾക്ക് കൂടുതൽ വെയിറ്റ് കയറുമ്പോഴാണ് അതിന് സ്റ്റെബിലിറ്റി ആയാലും സസ്പെൻഷൻ മികവായാലും കിട്ടുക. ഇതിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എന്തായാലും അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങളൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു എഞ്ചിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും 23.52 സെക്കൻഡ് വേണം 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. അത് എനിക്ക് തോന്നുന്നു അടുത്ത കാലത്തൊന്നും ഒരു വാഹനത്തിലും നമുക്ക് അത്രയും നീണ്ട ഒരു 0 to 100 പറയേണ്ടി വന്നിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇത് അങ്ങനെ ഒരു പെർഫോമൻസ് ബേസ്ഡ് വാഹനമായിട്ടൊന്നും കരുതപ്പെടുന്നില്ല. 76 bhp എഞ്ചിനാണ് ഇതിലുള്ളത്. 1.5 ലിറ്റർ എംഹോക്ക് എഞ്ചിനാണ്. TUV 300 എന്ന് പറയുന്ന മഹീന്ദ്രയുടെ വലിയ വിജയമാകാതെ പോയ ഒരു വാഹനത്തിൽ നമ്മൾ ആദ്യമായിട്ട് കണ്ട ഒരു എഞ്ചിനാണിത്. അത് തന്നെയാണ് ഇപ്പോൾ ഇതിലും വന്നിരിക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞ പോലെ 0 to 100 വളരെ കൂടുതലാണെങ്കിൽ പോലും നല്ല റിഫൈൻഡ് ആണ്. മഹീന്ദ്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായി ഞാൻ അടുത്ത കാലത്ത് മനസ്സിലാക്കുന്നത് അവരുടെ ഡീസൽ എഞ്ചിനുകളുടെ റിഫൈൻമെൻറ്റാണ്. അങ്ങേയറ്റം റിഫൈൻഡ് ആയിട്ടുള്ള ഡീസൽ എഞ്ചിനുകളാണ് കൊണ്ടിരുന്നത്. അപ്പോൾ എഞ്ചിൻ മോശമല്ല, ഇത്തരത്തിലുള്ളൊരു വാഹനത്തിന് പറ്റുന്ന എഞ്ചിൻ എന്നാണ് പറയേണ്ടത്. എനിക്ക് തോന്നുന്നു BS6 എമിഷൻ നോംസ് മീറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇത്രയും റിഫൈൻഡായി മാറിയത് മഹീന്ദ്രയുടെ എഞ്ചിനുകൾ എന്നുള്ള കാര്യമാണ്. എന്തായാലും ഈ വാഹനത്തിലുള്ളത് 1.5 ലിറ്റർ 3 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്. 76 bhp ആണ്. 3600 RPM മാക്സിമം ടോർക്ക്, മാക്സിമം പവർ കിട്ടുക. അതുപോലെ 210 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. അത് പക്ഷേ വളരെ ലോ RPM 1600 to 2200 RPM കിട്ടുന്നുണ്ട്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് മാത്രമാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. എന്തായാലും ടർബോലാഗ് പോലുള്ള കാര്യങ്ങളൊന്നും നിങ്ങളെ വിഷമിപ്പിക്കില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള എഞ്ചിനുകൾ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാവുന്നത്. ലൈറ്റ് വെയ്റ്റ് വാഹനമൊന്നുമല്ല, അത്യാവശ്യം വെയിറ്റുള്ള വാഹനമാണ്. എങ്കിലും ഈ ഒരു എഞ്ചിൻ അതിനെ കാര്യമായ രീതിയിൽ വലിച്ചുകൊണ്ട് പായുന്നുണ്ട്. അതുപോലെ NBS ലെവലുകൾ മോശമല്ല. ഡീസൽ എഞ്ചിനാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ വളരെ റിഫൈൻഡാണ് മഹീന്ദ്രയുടെ പുതിയ ഡീസൽ എന്നുള്ളതുകൊണ്ട് തന്നെ NBS ലെവലുകളൊന്നും മോശമെന്ന് പറയാനില്ല. എനിക്ക് ആകെ തോന്നിയ ഒരു കാര്യം അത് ക്ലച്ച് കുറച്ച് ഹെവിയാന്നുള്ള കാര്യമാണ്. ഗിയർ ഷിഫ്റ്റുകൾ എന്നൊക്കെ പറയുന്നത് പഴയ ജീപ്പിനെയൊക്കെ ഓർപ്പിക്കുന്ന രീതിയിൽ കുറച്ച് ഒന്ന് വലിച്ച് ഒക്കെ ഇടേണ്ട ഒരവസ്ഥയുണ്ട്. അതൊക്കെ ഒന്ന് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു പുതിയ ഈ ഒരു വാഹനം വന്നപ്പോൾ എന്നുള്ളതാണ്. എന്തായാലും മൈലേജ് 14 കിലോമീറ്ററൊക്കെയാണ് സ്ഥിരമായി ഉപയോഗിക്കുന്നവർ പറയുന്നത്. നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ, ബൊലേറോ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എത്ര കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം. അതുപോലെ വാഹനത്തിൻ്റെ മറ്റുള്ള അവസ്ഥകളും എന്താണ്, സ്പെയർ പാർട്സ് കോസ്റ്റ്, റീസെയിൽ വാല്യൂ, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും 4 മീറ്റർ താഴെയാണ് ഈ വാഹനത്തിന് നീളമെങ്കിൽ പോലും ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. വളരെ പെട്ടെന്ന് തിരിച്ചെടുക്കാവുന്ന ഒരു അവസ്ഥയല്ല. എനിക്ക് തോന്നുന്നത് അതിന് നമുക്ക് താരതമ്യപ്പെടുത്താവുന്നത് നമ്മുടെ ജിംനിയൊക്കെ ആയിട്ടാണ്. ആ ഒരു പ്രശ്നം സിറ്റിയിൽ നിങ്ങൾ അഭിമുഖീകരിക്കാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും അത്തരം എല്ലാ പ്രശ്നങ്ങളെയും മറികടന്നുകൊണ്ട് 17 ലക്ഷം യൂണിറ്റുകൾ വിൽക്കണമെങ്കിൽ അതൊന്നും ഇന്ത്യക്കാരന് പ്രശ്നമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും പുതിയ ബൊലേറോ വന്നു കഴിഞ്ഞപ്പോഴും പഴയ ചില പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിലും കാഴ്ചയിൽ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ലുക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് നമുക്കൊരു അധിക കാര്യമായിട്ട് പറയാവുന്നത്. പിന്നെ വില വർദ്ധിപ്പിക്കാത്ത രീതിയിൽ പിടിച്ചു നിർത്താനും മഹീന്ദ്രയ്ക്ക് കഴിഞ്ഞുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓൾഡ് വർക്ക് ഹോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തിന് ഇന്ത്യക്കാരുടെ മനസ്സിൽ ഒരു തരത്തിലും പ്രീതി കുറയാനുള്ള സാധ്യത ഇല്ലാത്ത രീതിയിലാണ് ഒരു ചെറിയ ഫേസ് ലിഫ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ കുറച്ചുകൂടി മാറ്റങ്ങൾ പുതിയ ബൊലേറോ നിയോയിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് അടുത്തൊരു ദിവസം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. അതിൽ സസ്പെൻഷൻ വളരെ മെച്ചപ്പെടുത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഒരു വോക്ക് അറൗണ്ട് വീഡിയോ മാത്രമേ ചെയ്യാൻ സാധിച്ചുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അപ്പോൾ നമുക്ക് മഹീന്ദ്ര ബൊലേറോ നിയോയുടെ ടെസ്റ്റ് ഡ്രൈവുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ വിലയിലേക്ക് വരുമ്പോൾ 8 ലക്ഷം രൂപ തൊട്ട് ഈ ടോപ്പ് എൻഡ് മോഡലിന് B8 എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് വേരിയൻറ്റിന് 9,69,000 രൂപയാണ് എക്സ്ഷോറൂം വില. അതാണ് ഞാൻ ഇതുവരെ പറഞ്ഞു വന്നത്. ഇത്രയും വലിയൊരു വാഹനം ആ ഒരു വിലയ്ക്ക് കിട്ടുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മഹീന്ദ്രയുടെ മറ്റ് ഒരു വാഹനങ്ങൾക്കും ഈ ഒരു വിലയല്ല എന്നുകൂടി മനസ്സിലാക്കുക. ഇപ്പോൾ ഏറ്റവും പുതിയ EVകളൊക്കെ വന്നപ്പോൾ അങ്ങനെ ഗംഭീരമായ കയറ്റി വെച്ച വിലയാണ്. പക്ഷേ ഇത് എപ്പോഴും ഒരു സാധാരണക്കാരൻ്റെ വാഹനമായിട്ട് നിലനിർത്താനാണ് മഹീന്ദ്രയ്ക്ക് താല്പര്യം തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഈ ഒരു കുറഞ്ഞ വിലയ്ക്ക് ഈ ഒരു വാഹനം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഔട്ട്സ്റ്റാൻഡിങ് വാഹനമൊന്നും അല്ല ഇതിൽ നിന്ന് കിട്ടുന്നത്. നമുക്ക് യാതൊരു തലവേദനയും ഇല്ലാതെ ഓടിച്ചു നടക്കാൻ പറ്റുന്ന വളരെ റഗഡായിട്ടുള്ള വളരെ ചെറിയ മെയിൻ്റനൻസ് കോസ്റ്റും സ്പെയർ പാർട്സ് കോസ്റ്റും ഒക്കെയുള്ള ഒരു സാധാരണക്കാരൻ്റെ വാഹനം എന്നുള്ള നിലയ്ക്ക് ബൊലേറോ എല്ലാ കാലത്തും
ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട വാഹനമായിട്ട് തുടരുക തന്നെ ചെയ്യും. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് അല്പം കൂടി ലക്ഷറി വേണമെന്നുണ്ടെങ്കിൽ നിയോ എന്ന് പറയുന്ന മോഡലിലേക്ക് പോകാം. അതിന് കുറച്ചുകൂടി എന്താ പറയുക, ഒരു റിഫൈൻഡാണ് ആ വാഹനം എന്നാണ് പറയേണ്ടത്. എന്നാലും ഇതിൻ്റെ 1.5 ലിറ്റർ എഞ്ചിനൊന്നും തീരെ മോശമല്ല. മഹീന്ദ്രയുടെ എഞ്ചിനുകൾ എപ്പോഴും വളരെ മികച്ച എഞ്ചിനുകളാണ്. ഇതിൻ്റെ എഞ്ചിനും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ കാര്യത്തിൽ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കരുത്. എങ്കിൽ പോലും ഏതൊരവസ്ഥയിലും എവിടെയും കയറിപ്പോകുന്ന രീതിയിലുള്ള ഒരു എഞ്ചിനാണ് നിങ്ങൾക്ക് ഈ വാഹനത്തിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ 2 എയർ ബാഗ്, ABS തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പെർഫോമൻസിൻ്റെ കാര്യത്തിലുള്ളത്. അപ്പോൾ എന്തായാലും മഹീന്ദ്ര തുടരട്ടെ ഈ ഒരു വാഹനമായിട്ട് എന്ന് നമുക്ക് ആശംസിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു നിക്ഷേപ അവസരത്തെപ്പറ്റി ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. ഡിസംബർ 18 വരെ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുക. അതായത് 5 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. എന്നാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അത് നോക്കുക, എന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുക. അതുമല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. ബൈ.